മുത്തശ്ശിയും വല്യച്ഛനും ഊണ് കഴിച്ച് കിടക്കാൻ പോയതും ഗൗരിയും ആശയും പ്രേമയും അടുക്കളയിലായി കഴിക്കാനിരുന്നു. അമ്മയുടെ കൈക്കെന്ത് പറ്റിയതാ? ചോര കല്ലിച്ചിരിപ്പുണ്ടല്ലോ, ഗൗരി ചോദിക്കെ പ്രേമയും ആശയുടെ കയ്യിലേക്ക് നോക്കി. കൈമുട്ട് നീലിച്ച് കിടപ്പുണ്ട്. എന്തു പറ്റി ആശേ? രാവിലെ ഉണ്ടായിരുന്നില്ലല്ലോ. അത് നേരത്തെ അമ്മയുടെ കട്ടിൽ തിരിച്ചിടുമ്പോൾ ചുമരിലേക്ക് കൈയൊന്നൊടിച്ചു, അതാവും. ഗൗരിയുടെ സങ്കടം നിറഞ്ഞ മുഖം കാണെ ആശ സമാധാനിപ്പിച്ചു. നീ ഒറ്റയ്ക്കാണോ ആ വലിയ കട്ടിൽ മാറ്റിയിട്ടത്? പ്രേമ രൂക്ഷമായി അവരെ നോക്കി. ആശ മനഃപൂർവ്വം അവർക്ക് മുഖം കൊടുക്കാതെ തല താഴ്ത്തി കഴിപ്പ് തുടർന്നു. പറ്റില്ലെങ്കിൽ അത് തുറന്നു പറയണം ആശേ. എന്നോടും അമ്മ പറഞ്ഞിരുന്നത് മാറ്റാൻ. പക്ഷെ ഞാൻ മനഃപൂർവ്വം മറന്നതായി അഭിനയിച്ചതാ. 10 ആള് പിടിച്ചാലും അനങ്ങാതെ അതിനെ നമ്മളെ ഒറ്റയ്ക്ക് മാറ്റി വെക്കുക എന്നൊക്കെ പറഞ്ഞ നാളെ നടുവെട്ടി എങ്ങനെ കിടപ്പിലായോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരും കാണില്ല. അതെങ്കിലും ഓർക്കണം ആശേ നീ. പ്രേമയുടെ ശബ്ദത്തിൽ അമർഷം നിറഞ്ഞു. അത് ആശയോടാണ്. രാജേശ്വരിയോട് ഒരു വാക്കുപോലും തിരിച്ചു പറയാതെ എല്ലാം ഇങ്ങനെ അനുസരിക്കുന്നതിൽ. ഞാൻ ചെയ്തില്ലെങ്കിൽ ഗൗരിയെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിക്കുമെന്ന് അമ്മ പറഞ്ഞത്. അതാ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും അത് ശരിയാക്കിയത്. എനിക്ക് പറ്റില്ലെന്നറിഞ്ഞാൽ അമ്മ വേണ്ടെന്ന് പറയുമെന്നാ ഞാൻ കരുതിയത് ഏട്ടത്തി. എന്നിട്ട് ചിരിയോടെ കൈയും കെട്ടി നോക്കി നിന്ന് കാണും അവർ, അല്ലേ? ആശ ഒന്നും പറയാതെ മോളെ നോക്കി. ചോറിൽ കൈയിട്ടിളക്കുകയാണ്. മുഖമൊക്കെ ചുവന്നു പോയിട്ടുണ്ട്. നേരെ ചൊവ്വേ കഴിക്കാൻ കഴിയുന്ന ഉച്ചയ്ക്കാണ് ഗൗരി. അപ്പോഴും ഇങ്ങനെ കൈയിട്ടിളക്കിയിരുന്ന് ശരിയാവില്ല. എനിക്ക് വേണ്ട അമ്മേ, എന്തോ ഇറങ്ങുന്നില്ല. ഗൗരിയുടെ ശബ്ദം ദയനീയമായി. ആശ അലിവോടെ മോളെ നോക്കി. ഒരിക്കലെങ്കിലും അവൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ അവർക്ക് വല്ലാത്ത ആഗ്രഹം തോന്നി. ഞാനൊന്ന് അമ്പലത്തിൽ പോട്ടെ അമ്മേ, കുറച്ചു നിമിഷത്തിന് ശേഷം ഗൗരി ചോദിച്ചു. ആശയും പ്രേമയും മുഖത്തോട് മുഖം നോക്കി. ഒറ്റയ്ക്ക് മുത്തശ്ശി വിടുവോ എന്ന് സംശയമാ ഗൗരി. എന്നാൽ നീ ചോദിച്ചു നോക്ക്. ആകെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അമ്പലത്തിലേക്കല്ല അമ്മേ. ആ സമയം മാത്രമാണ് മനസ്സിൽ ആശ്വാസം നിറയുന്നത്. പ്ലീസ്, ഞാൻ പോയി വേഗം വരാം. അമ്മ ചോദിക്കുമോ മുത്തശ്ശിയോട്? ഗൗരി കെഞ്ചി. ആശ മകളെ നോക്കി തലയാട്ടി. രാജേശ്വരിയോട് ചോദിച്ചപ്പോൾ ഒരു മൂളൽ മാത്രം തിരിച്ചു കിട്ടി. അധികമൊന്നും ചോദിക്കാൻ നിൽക്കാതെ ഗൗരി വേഗം തന്നെ കുളിക്കാനായി മുറിയിലേക്ക് പാഞ്ഞു. കടും പച്ചയും പീച്ചും ഇടല കലർന്ന ധാവണി ചുറ്റി നനഞ്ഞ മുടി കുളിപ്പിനിലിട്ട് ചെറിയൊരു പൊട്ടും തൊട്ട് വേഗം തന്നെ ഗൗരി അമ്പലത്തിലേക്ക് ഇറങ്ങി. വലുതാവുന്നതോടെ അമ്പലത്തിലേക്കുള്ള പോക്കും കൂടി വന്നതല്ലാതെ കുറഞ്ഞില്ല. പണ്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ മാസത്തിലൊരിക്കലേ മുത്തശ്ശി പോകാൻ വിടുവുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ സ്കൂളിൽ പോകുന്നില്ലേ, അതുമതി എന്ന് പറഞ്ഞ് വിടാറില്ല. പിന്നീട് സ്കൂളൊക്കെ കഴിഞ്ഞതും മനസ്സിൽ ചെറിയ വേദന വന്നാൽ കൃഷ്ണന്റെ അടുത്തേക്ക് ഓടി വരും. ആളെ കണ്ടു മനസ്സ് തുറന്നാൽ പിന്നെ അങ്ങോട്ട് ആശ്വാസമാണ്. അതും മുത്തശ്ശിയുടെ കാല് പിടിച്ചാണ് താനും അനുവേച്ചിയും കൂടി വരാറ്. നല്ലപോലെ പണിയൊക്കെ എടുത്ത് മുത്തശ്ശി പറഞ്ഞ പോലെ നിന്നാലൊക്കെ ഒന്നും തിരിച്ചു ചോദിക്കാതെ സമ്മതം തരും. പക്ഷെ ചില ദിവസങ്ങളിൽ കാലു പിടിച്ചാലും വിടാറില്ല. ചിന്തയോടെ നടന്ന് ഗൗരി ടാറിട്ട റോഡിലേക്ക് എത്തിയിരുന്നു. അവിടുന്ന് 2 വഴിയായി അമ്പലത്തിൽ പോകാൻ കഴിയും. നടന്നു പോകുന്നതിൽ വയലിലൂടെ ഗ്രൗണ്ട് കഴിഞ്ഞ് കയറണം. ഇല്ലെങ്കിൽ കാറിലോ മറ്റോ ആണെങ്കിൽ കവല വഴി തന്നെ പോകണം. പണ്ട് വയൽ വഴി പോയി തിരിച്ചു വരുമ്പോൾ കാറിലാണ് വരാറ്. അച്ഛനോ വല്യച്ഛനോ കവലയിലേക്ക് കാറും കൊണ്ടുവരും. ഗ്രൗണ്ട് കയറി സൈഡിലൂടെ നടന്ന് ചെറിയ തോടും കടന്ന് കയറുന്നത് അമ്പല റോഡിലേക്കാണ്. വലിയ ആൽത്തറയും അതിൻ്റെ ചുറ്റും അരമതിലുമാണ്. പുറകിലായി പടിക്കെട്ട് കയറി ചെന്നാൽ കുഞ്ഞമ്പലം. കണ്ണൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്നവൾ എന്നത്തെയും പോലെ തൻ്റെ മനസ്സിലെ പരിഭവങ്ങളെല്ലാം മൗനമായി മൊഴിഞ്ഞു. വർഷങ്ങളായി ഒരേ പരാതിയും കൊണ്ട് കണ്ണൻ്റെ അടുത്ത് വരാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ആൾക്ക് തന്നെ കേട്ടും അടുത്ത് കാണും എന്ന് പറഞ്ഞ് പറയാതിരിക്കാനാവില്ലല്ലോ. ചിമ്മിത്തുറക്കുമ്പോൾ അവളുടെ കവിളിലൂടെ മുത്തുകൾ പോലെ കണ്ണുനീർ ഉരുണ്ടിറങ്ങി. കുറച്ചിപ്പുറത്തായി നിന്നവൻ കൈകൂപ്പി നിൽക്കുന്നവളെ കുറച്ചു നിമിഷം നോക്കി നിന്നു. പിന്നെ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഫോണും എടുത്ത് മാറി നിന്നു. ബൈക്കിലേക്ക് ചാരി നിൽക്കുന്ന നന്ദനെ നോക്കിക്കൊണ്ട് ശ്രീ അടുത്തുള്ള മരത്തിൽ ചാരി നിന്നു. ഇതിപ്പോ നിനക്കിങ്ങനെ നിന്ന് ചിന്തിക്കാനാണോ അളിയെ എന്നെ വിളിച്ചു വരുത്തിയത്? നീ കാര്യം പറയടാ. കുറച്ചു നിമിഷമായി നന്ദൻ വന്നിട്ട്. ഈ നിൽപ്പല്ലാതെ ഒന്നും പറയുന്നില്ല എന്ന് കണ്ടതും ശ്രീ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു. ചെറിയ ഇഷ്യൂ ഒന്നും അല്ല നിനക്ക് പറയാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായി നന്ദ. അല്ലെങ്കിൽ നീ ഇന്നലെ തന്നെ ഫോണിൽ കാര്യം പറഞ്ഞല്ലേ. അതുകൊണ്ട് നീ വേഗം കാര്യം പറയാൻ നോക്ക്. എന്നിട്ട് ഞാനും നിനക്ക് ചിന്തിക്കാൻ കബളി തരാം, പോരെ? നന്ദൻ കുറച്ചു നിമിഷം ശ്രീയെ നോക്കി. പിന്നെ ദീർഘമായി നിശ്വസിച്ചു. ഞാൻ ഇന്നലെ മുത്തശ്ശിയും വല്യച്ഛനും സംസാരിക്കുന്നത് കേട്ടതാ. ഇതിൻ്റെ സത്യമൊന്നും എനിക്കറിയില്ല ശ്രീ. നന്ദൻ കേട്ട എല്ലാ കാര്യങ്ങളും ശ്രീയോട് പറഞ്ഞതും അവൻ പകപ്പോടെ നന്ദനെ നോക്കി നിന്നുപോയി. എല്ലാവർക്കും മനസ്സിലാവാൻ പോകുകയാണോ എന്ന് ശ്രീയിൽ ഭയം നിറഞ്ഞു. അവൻ പറഞ്ഞ പോലെ ആരോ ഇതിൻ്റെ പുറകിലുണ്ട്. ഞാൻ ഇന്നലെ തന്നെ ആ പയ്യനെ കാണാൻ പോയിരുന്നു. അതൊരു ആക്സിഡൻ്റ് അല്ലെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കും മനസ്സിലായി.
കവിളിലൊക്കെ തല്ലിച്ചതച്ച പാടാണ്. ചിലപ്പോൾ മുഖമടിച്ചു വീണതാവാം. പക്ഷേ വല്യച്ഛൻ പറഞ്ഞ മുമ്പത്തെ ആലോചനയും കൂട്ടി വായിക്കുമ്പോൾ ആരോ മനഃപൂർവ്വം മുടക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഇല്ലേടാ. പുരികം ചുളുക്കി നോക്കുന്നവനെ കാണെ മുഖം പതർച്ച മാറ്റാനായി നന്ന പാടുപെട്ടുപോയി ശ്രീ. ആര് മുടക്കാനാ? നീ എന്തൊക്കെയാ പറയുന്നത്? ആരോ ഒരാൾ. എന്തായാലും ഞാനല്ലത്, നീയുമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നോക്ക് ശ്രീ, ഒന്നും രണ്ടുമല്ല, ഇതും കൂടി ആറാമത്തെ ആലോചനയാണ് മുടങ്ങിപ്പോയത്. പെണ്ണ് വന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, ആവാതിരിക്കാൻ വഴിയില്ലല്ലോ. അത്രയ്ക്ക് സുന്ദരിയില്ലടാ കൊച്ച്. എന്നിട്ടും പഠിപ്പിൻ്റെ കാര്യത്തിലും കാരണങ്ങളില്ലാതെയും ആലോചനകളൊക്കെ മുടങ്ങുന്നുണ്ടെങ്കിൽ ശ്രീ, ഉറപ്പായി ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. ശ്രീ ഉണ്ടാവുമെന്ന് മെല്ലെ തലയനക്കി. ഒന്നും മിണ്ടാൻ നിന്നില്ലവൻ. എങ്ങാനും പൊട്ടത്തരം വലതും വായി നിന്ന് വീണാൽ വേണ്ട, താൻ കാരണം ആരും ഒന്നും അറിയാൻ പാടില്ല. എല്ലാം ഹരി തന്നെ പറയട്ടെ. നോക്കട്ടെ എളിയ, ഞാനും എൻ്റെ വഴിക്കൊന്ന് അന്വേഷിക്കാം. നിന്നേക്കാളും ഈ നാട്ടുകാരെ അറിയുന്നത് എനിക്കല്ലേ. അല്ല, നീ എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? ഇന്ന് രാത്രിയിലേക്ക് ടിക്കറ്റ് എടുക്കാനായിരുന്നു ഇന്നലെ പ്ലാൻ ഇട്ടത്. ഇനി എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. അതുവരെ വർക്ക് ഫ്രം ഹോം എടുക്കണം. അത് വേണോ അളിയ? ഇവിടെ ഞാനില്ലേ, ഞാനെല്ലാം നോക്കിക്കോളാം. നീ വെറുതെ ജോലി മുടക്കാൻ നിൽക്കണ്ട. അവൻ പോയില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് തോന്നിയതും ശ്രീ അവനെ മയപ്പെടുത്താൻ നോക്കി. നന്ദൻ അത് കേൾക്കാത്തതുപോലെ ഏതോ ചിന്തയിൽ നിന്നതും ശ്രീയും ചിന്തയിൽ മുഴുകി. ആരായിരിക്കും ഇതിൻ്റെ പിന്നിലെന്നാണ് നന്ദൻ ചിന്തിച്ചതെങ്കിൽ ഇനി ഇതെങ്ങനെ കലക്കിയെടുക്കുമെന്നായിരുന്നു ശ്രീയുടെ ചിന്ത. ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും കുളിച്ച് റെഡിയായി മുടി ചീകിക്കൊണ്ടിരുന്ന ഹരി തിരിഞ്ഞ് ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തു. അപ്പുറത്തു നിന്ന് പറയുന്ന കാര്യം കേട്ടതും ഒരു നിമിഷം അവൻ്റെ മുഖത്ത് പതർച്ച നിറഞ്ഞു. വേഗം തന്നെ ഫോൺ പോക്കറ്റിലിട്ട് ബൈക്കിൻ്റെ ചാവിയും എടുത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ എന്തോ ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്ന അമ്മയെ കാണാത്തതുപോലെ അവൻ വേഗം പുറത്തേക്കിറങ്ങി. രാത്രം ഉറക്കം ശരിയാവാത്തത് കൊണ്ട് തന്നെ എഴുന്നേക്കാൻ വൈകിയിരുന്നു ഹരി. അതിനാൽ അജയുടെ അച്ഛൻ വിളിച്ച് രാത്രി ലോൺ എടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു അവൻ. ഊണും കഴിച്ച് കുറച്ച് ടിവിയും കണ്ടും മടുപ്പ് തോന്നിയപ്പോൾ ഫ്രഷായി കവലയിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു അവൻ. അപ്പോഴാണ് കോള് വന്നതും അവൻ ധൃതിയിൽ ഇറങ്ങേണ്ടി വന്നതും. നെഞ്ചിടിപ്പ് കൂടുന്നതിനോടൊപ്പം ബൈക്കിൻ്റെ സ്പീഡും കൂട്ടി വന്നു. ഹൃദയത്തിലെ പിടപ്പ് നിയന്ത്രിക്കാൻ അവനാവുന്നില്ലായിരുന്നു. ആകെ വെപ്രാളം തോന്നിയവന്. എങ്ങനെയോ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ബൈക്കിൽ ചാരി നിൽക്കുന്നവനെ കാണെ അവനൊന്ന് ചിരിച്ചു. പിന്നെ വേഗം തന്നെ ഇറങ്ങി അവൻ്റെ അടുക്കലേക്ക് നടന്നു. ബൈക്കിൽ ചാരി ഫോണും നോക്കി നിൽക്കുന്നവൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ഹരിയുടെ കണ്ണുകൾ ചുറ്റും പായുന്നുണ്ടായിരുന്നു. ഡാ, എവിടെ അവൾ? പോയോ? അജയുടെ തോളിൽ പിടിച്ച് ഹരി ചോദിച്ചു. പോയിട്ടില്ല, അകത്ത് തന്നെയുണ്ട്. കാണണേ, വേഗം ചെല്ലാൻ നോക്ക്. അജയെ നോക്കി ഒന്ന് ചിരിച്ച് വേഗം തന്നെ പടികൾ കയറിയവൻ അമ്പലത്തിലേക്ക് നടന്നു. നെഞ്ചൊക്കെ വല്ലാതെ പിടയ്ക്കുന്നുണ്ട്. ഷർട്ടഴിച്ച് കയ്യിൽ പിടിച്ചവൻ കൃഷ്ണന്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. ഒരു നിമിഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ചുറ്റും കണ്ണു പായിച്ചെങ്കിലും ആരെയും അവിടെ കാണാൻ കഴിഞ്ഞില്ല. ഒന്നുകൂടി തൊഴുത് ഷർട്ടിട്ടുകൊണ്ട് പുറകുവശത്തേക്ക് നടന്നതും ഒരു സൈഡിലായി തിണ്ണയിലിരുന്ന് ചുറ്റും കണ്ണുകൾ പായിക്കുന്നവളെ കാണെ ഹരിയുടെ കണ്ണുകൾ വിടർന്നു. ഇടനെഞ്ച് തുടികൊണ്ടു. മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു അവനിൽ. കുറച്ചു നിമിഷം അവളുടെ കണ്ണുകൾ എത്താത്തിടത്തേക്ക് മാറി നിന്നവൻ അവളെ ഹൃദയത്തിലും കണ്ണിലും നിറച്ചു വെച്ചു. ഇതൊന്നും അറിയാതെ പരിഭവങ്ങളൊക്കെ കണ്ണനോട് മൗനമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൗരി. നാട്ടുകാർ ചിലർ അവിടെയും ഇവിടെയും ഉള്ളതല്ലാതെ അവൾക്ക് പരിചയമുള്ള ആരും അവിടെ കാണാൻ കഴിഞ്ഞില്ല. അതൊരു അനുഗ്രഹമായിരുന്നു ഗൗരിക്ക്. ഇല്ലെങ്കിൽ വന്ന് വിശേഷങ്ങൾ തിരക്കുമ്പോൾ ആകെ ഒരു വീർപ്പുമുട്ടലാണ്. എന്ത് സംസാരിക്കണമെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ അറിയില്ല. ഒരുതരം പരിഭ്രമം നിറയും. പണ്ടേ അങ്ങനെയാണ്. കയ്യിലുള്ള ഇലച്ചീന്തിൽ നിന്ന് ഒരൽപ്പം ചന്ദനക്കുറി തൊട്ടവൾ ബാക്കിയുള്ളതിനെ ധാവണിയുടെ ഷാളിൽ തുടയ്ക്കുമ്പോഴാണ് അടുത്ത ആരോ വന്നിരുന്നത്. ഒരു നിമിഷം പകപ്പോടെ മുഖം ചരിച്ചു നോക്കിപ്പോയി. അലസമായി മുന്നിലേക്ക് വീണ് കിടക്കുന്ന മുടിയും വെട്ടിയൊതുക്കിയ താടിയുമാണ് ആദ്യം അവളുടെ കണ്ണുകളിൽ പതിച്ചത്. അതൊരു പുരുഷനാണെന്ന് കാണുകെ അവൾ വേഗം തന്നെ തല വെട്ടിച്ച് കണ്ണുകൾ താഴ്ത്തി. എന്നാൽ അവളുടെ നോട്ടം കടം കണ്ണാലെ കണ്ട ഹരിയുടെ ഹൃദയം ആർദ്രമായി. അവൾ തന്നെ നോക്കിയല്ലോ എന്ന സന്തോഷം അവനിൽ നിറഞ്ഞു. പക്ഷേ അവളെ ഒരു നോട്ടം കൊണ്ടുപോലും ബുദ്ധിമുട്ടിക്കാതെ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നവൻ. അതുമാത്രം മതിയായിരുന്നു ഹരിക്ക്. അവളെ ഒന്ന് കാണാൻ, കുറച്ച് സമയം നോക്കിയിരിക്കാൻ. തൊഴുതു കഴിഞ്ഞാൽ അവളുടെ അടുത്തിരിക്കാനും ആ സംസാരം ഒന്ന് കാതോർക്കാനും. പതർച്ചയോടെ അവളുടെ കണ്ണുകൾ ചുറ്റും പായുന്നതും അവനിലേക്ക് പാറി വീഴുന്നതും കടം കണ്ണാലെ അവൻ കണ്ടു. ചുണ്ടിൽ തുളുമ്പിയ പുഞ്ചിരി മീശത്തുമ്പ് കടിച്ച് ഒതുക്കിയവൻ. ഗൗരിമോളല്ലേ?
പെട്ടെന്ന് മുന്നിൽ നിന്നൊരു ശബ്ദം കേട്ടതും രണ്ടാളും ഒരുപോലെ തലയുയർത്തി മുന്നിലേക്ക് നോക്കിപ്പോയി. ക്രീം കളർ സാരി ഉടുത്ത് പ്രായം ചെന്ന ഒരു സ്ത്രീയായിരുന്നു. അവരുടെ നോട്ടം രണ്ടാളിലേക്കും മാറി മാറി പതിയുന്നത് കണ്ട ഹരി വേഗം തന്നെ ഫോണിലേക്ക് നോട്ടം വായിച്ചു. എന്നെ മനസ്സിലായില്ലേ മോക്ക്? ചിരിയോടെയുള്ള അവരുടെ ചോദ്യത്തിൽ ഗൗരി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. സുഭദ്ര, തൻ്റെ കൂടെ പഠിച്ച അമൃതയുടെ അമ്മ. അവർ ഗൗരിയുടെ അടുത്തായി ഇരുന്നു. ഒരുപാടായി മോളെ കണ്ടിട്ട്. ഇപ്പോൾ അങ്ങനെ അമ്പലത്തിൽ വരാറില്ലേ? അവരുടെ ചോദ്യത്തിന് ഗൗരിയുടെ മറുപടിക്കായി കാത്തിരുന്നു ഹരി. അവളുടെ ശബ്ദം ഇത്രയും അടുത്തു നിന്ന് കേൾക്കാൻ വല്ലാത്ത ആഗ്രഹവും കൊതിയും അവനിൽ നിറഞ്ഞു. ഞാൻ വരാറുണ്ടല്ലോ സുഭദ്രാമേ. നേരത്തെ ചിരിയിൽ വിറയ്ക്കുന്ന അവളുടെ സ്വരം അവൻ്റെ കാതിൽ പതിച്ചു. അവ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി അവനിലാകെ പടർന്നു കയറുന്നത് പോലെ അനുഭവപ്പെട്ടു ഹരിക്ക്. അനു വന്നിട്ടുണ്ടോ? അതോ അവിടെയാണോ? നിന്റെ അമ്മയെ ആശയെ കാണാതെ ഒരുപാടായി. അവളും അമ്പലത്തിൽ അങ്ങനെ വരാറില്ലല്ലേ? അതുകൊണ്ട് വിശേഷമൊന്നും അങ്ങനെ അറിയുന്നില്ല. ചേച്ചി വന്നിട്ട് മിനിഞ്ഞാന്ന് പോയി. വീണ്ടും അവർ ഓരോന്ന് ചോദിക്കുന്നതും അതിന് ഗൗരി മൂളിയും തലയാട്ടിയും ഒരു വാക്കുമായും ഉത്തരം നൽകുന്നത് ഹരി നോക്കിയിരുന്നു. മോക്ക് വരുന്ന ആലോചനയൊന്നും ശരിയാവുന്നില്ലല്ലേ? ഇന്നലെ ബ്രോക്കർ വാസു വീട്ടിലേക്ക് വന്നിരുന്നു, അമ്മൂനൊരു ആലോചനയും കൊണ്ട്. അപ്പം പറഞ്ഞതാ നിന്റെ കാര്യം. എന്തു പറ്റി? വല്ല ജാതകദോഷമാണോ മോളെ? ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ പകച്ചുപോയി ഗൗരി. മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം നൽകാനോ ആ മുഖത്തേക്ക് നോക്കാനോ അവൾക്കായില്ല. തല താഴ്ത്തിപ്പിടിച്ചു. അല്ലേലും ചന്തം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല മോളെ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പഠിപ്പാണ് പ്രധാനം. പഠിച്ചു പണിയെടുക്കുന്ന പെൺകുട്ടികളെ ആർക്കും വേണ്ടു. അതുകൊണ്ടല്ലേ അമ്മൂനെ ഞാൻ ദൂരെ നിർത്തി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല നല്ല ആലോചനകളൊക്കെ വരുന്നുണ്ട്. ഡോക്ടറും മാഷും അങ്ങനെ പഠിച്ച പിള്ളേർ. നിന്നെപ്പോലെയുള്ളവർക്ക് കൂലിപ്പണിക്കാരനെ കിട്ടിയാൽ തന്നെ ഭാഗ്യം. അങ്ങനെയാണ് കാലം. പുച്ഛമോ പരിഹാസമോ സഹതാപമോ ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭാവം തിരിച്ചറിയാൻ ഗൗരിക്ക് കഴിഞ്ഞില്ല. വല്ലാത്തൊരു വേദന ഇടനെഞ്ചിൽ ഉരുണ്ടുകൂടുന്നത് അവൾ അറിഞ്ഞു. കണ്ണുകൾ പുകയുന്നു. കൈകൾ ഷോളിന് തുമ്പിൽ മുറുക്കി കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു ഗൗരി. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല മോളെ, കാലത്തിൻ്റെ പോക്ക് പറഞ്ഞതല്ലേ. ചി നിർത്തടാ താൻ ചിലപ്പോൾ. അവർ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപേ അവിടെ ഉയർന്നുപോയ സ്വരത്തിൽ രണ്ടാളും ഒരുപോലെ ഞെട്ടിപ്പോയി. അത്രയും മുറുക്കവും ദേഷ്യവുമുള്ള സ്വരം. പകപ്പോടെ തലചരിച്ചു നോക്കുമ്പോൾ ചെവിയിൽ ഫോൺ വെച്ച് ചുവന്നിരിക്കുന്നവനെ കാണെ ഗൗരി ഉമ്മിനീറിറക്കി. ഞരമ്പെഴുന്നേറ്റ് നിന്ന് അവൻ്റെ നെറ്റിയും ചുവന്നു മുറുകുന്ന കവളും കാണെ പേടിയോടെ ഗൗരിയുടെ മുഖം സുഭദ്രയിലേക്ക് തിരിഞ്ഞു. അവരും പകപ്പോടെ ഇരിപ്പാണ്. മര്യാദയിൽ നിർത്തിക്കണം തൻ്റെ ചിലപ്പ്. എന്നെ അറിയാലോ. അതിന് വിട്ടം തോന്നിയാ വയസ്സായതാണ് പെണ്ണാണ് ആണാണെന്നൊന്നും എനിക്കൊരു പ്രശ്നമാവില്ല. കാരണം നോക്കി പൊട്ടിക്കുവന്ന്. പിന്നെ ആ കവളും വെച്ച് താൻ പുറത്തിറങ്ങില്ല. ദേഷ്യം കൊണ്ട് മുരളുന്നവനെ കാണെ തന്നെ പറയുവാണോ എന്ന സംശയത്തിൽ സുഭദ്രയുടെ മുഖം ചൊളിഞ്ഞു. മുഖത്ത് ചെറുതായി ഭയവും നിറഞ്ഞു. അവർ പേടിച്ചിരിക്കുന്ന ഗൗരിയെ നോക്കി മെല്ലെ എണ്ണീറ്റു. അവസാനമായി ഒരു കൺസേൺ കൂടി ഞാൻ തരുവാ. ഇനി ഇങ്ങനെയുള്ള വർത്താനം കൊണ്ട് താൻ എൻ്റെയോ വേറെ ആരുടെയോ മുമ്പിൽ വന്നാ അമ്പലത്തിലായിപ്പോയി ഇല്ലേ കാണാമായിരുന്നു. അവസാനം നന്നേ പാടുപെട്ട് അവൻ ദേഷ്യം അടക്കി പിടിച്ചു. മോടെ കൂടെ വന്ന ആളാണോ? ഗൗരിയുടെ ചുമലിൽ കൈവച്ച് അവർ ചോദിക്കെ ഞെട്ടലോടെ ഗൗരി സുഭദ്രയെ നോക്കി. അന്നേരം അത്രയും ഗൗരി ഹരിയുടെ മുഖത്തായിരുന്നു അവളുടെ കണ്ണുകൾ. അവൾ വേഗം തന്നെ ഇല്ലെന്ന് തലയാട്ടി. ചെവിയിൽ നിന്ന് ഫോൺ മാറ്റി സുഭദ്രയെ നോക്കിയൊന്ന് വല്ലാത്തൊരു ചിരി ചിരിച്ച് ഹരി എഴുന്നേറ്റ് നടന്നു. ഓ ഫോണിലായിരുന്നു. എന്നാൽ ഞാൻ ചെല്ലട്ടെ മോളെ, പോയിട്ട് പണിയുണ്ട്. രണ്ട് സൈഡിലായി നടന്നു പോകുന്നവരെ ഒരേ സമയം നോക്കിയിരുന്നു ഗൗരി. അവൻ ഫോണിൽ പറഞ്ഞതാണെങ്കിലും അത് അവർക്ക് കൊണ്ടതുപോലെ. നെഞ്ചിലെ വേദനയിലേക്ക് ഒരു കുടം മഞ്ഞു വീണൊരു പ്രതീതി തോന്നി ഗൗരിക്ക്. ദേഷ്യത്തോടെ നടന്നു വരുന്ന ഹരിയെ കാണെ അജയുടെ കണ്ണുകൾ കുറുകി. ഫോൺ പോക്കറ്റിലിട്ടവൻ നേരെ നിന്നു. എന്തു പറ്റിയടാ? അവളെ കണ്ടില്ല നീ? അതാണോ മുഖം ഇങ്ങനെ കയറ്റിപ്പിടിച്ചിരിക്കുന്നത്? ഹരി അവനെ രൂക്ഷമായി നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇതെന്തു കൂത്ത്? അജയ് ആൽത്തറയിൽ കയറിയിരുന്ന് ഹരിയുടെ അടുത്തായി. കുറച്ചു കഴിഞ്ഞ് അവനൊന്ന് ശാന്തമായി എന്ന് തോന്നിയതും അജയ് അവൻ്റെ തോളിൽ കൈവച്ചു. തലചരിച്ചു നോക്കിയ ഹരി പടികളിറങ്ങി തലയും താഴ്ത്തി പിടിച്ചു വരുന്ന പെണ്ണിനെ കാണെ അവൻ്റെ കണ്ണുകൾ വിരിഞ്ഞു. ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു. അജയും അങ്ങോട്ട് നോക്കിയതും ഗൗരി വരുന്നത് കാണെ ഒന്ന് ചിരിച്ചു. അവൾ കണ്ണിൽ നിന്നും മറയുവോളം അവൻ നോക്കിയിരുന്നു. എന്നാൽ പെണ്ണിൻ്റെ ഒരു നോട്ടം അവനിരിക്കുന്ന സ്ഥലം പോയിട്ട് സൈഡിലേക്കോ മുന്നിലേക്കോ ഒന്ന് അനങ്ങിയത് പോലുമില്ല. പാവല്ലേടാ അവള്.
അജയുടെ ശബ്ദം ആർദ്രമായി. ഹരി അവനെ നോക്കി ഒന്ന് കണ്ണ് ചെമ്മി. ഓ, അവൻ്റെ ചിരി നോക്കിക്കേ. അല്ല, ഇതുവരെ ചുവന്നിരിക്കുമായിരുന്നല്ലോ, അതെന്തിനായിരുന്നു? ഒന്നുമില്ല, വെറുതെ ഒന്ന് ദേഷ്യം പിടിച്ചതാ. അല്ല, നീ എന്താ പതിവില്ലാതെ അമ്പലത്തിലൊക്കെ? നന്നായോ മോനെ അജയ്? വിഷയം മെല്ലെ മാറ്റി പിടിച്ചു ഹരി. നന്നായതൊന്നും അല്ലടാ, അച്ഛനൊരു ചെക്ക് ഏൽപ്പിച്ചിരുന്നു, അത് കൊടുക്കാൻ കമ്മിറ്റി ഓഫീസ് വരെ വന്നതാ. അല്ലാതെ നമ്മളൊക്കെ നന്നായ ചരിത്രമുണ്ടോ? എന്തായാലും നീ വന്നത് നന്നായി. എനിക്ക് അവളെ കാണാൻ പറ്റിയല്ലോ. ഈ മാസം അവളുടെ ശബ്ദത്തിൽ മാത്രം പിടിച്ചു നിൽക്കേണ്ടി വരുമെന്ന് കരുതിയിരുന്നു ഞാൻ. അവസാനം കണ്ടല്ലോ, അത് മതി. ഒരിളം ചിരി അവൻ്റെ ചുണ്ടിൽ തത്തിക്കളിച്ചു. നീ ഇങ്ങനെ അവളുടെ ശബ്ദം കേട്ടും അവളെ ഒളിച്ചു നിന്ന് നോക്കി നിന്നു. അവസാനം വല്ലവനും അടിച്ചോണ്ട് പോയ മോങ്ങിക്കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നേക്കരുത് ഹരി, ഇപ്പോഴേ പറഞ്ഞേക്കാം. അജയ് അവനെ ചെരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. മോനെ അജയ്, ഈ ഹരി ഒരു പെണ്ണിനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടായാലും അവളെ ഞാൻ സ്വന്തമാക്കും. അതിനേത് കൊമ്പത്തെ പെണ്ണാലും എനിക്കൊരു ചുക്കുമില്ല. അതുകൊണ്ട് അവളെ വേറെ അവൻ അടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കാമെന്ന് വേണ്ട. ഞാനല്ലാതെ വേറെ ഒരുത്തിനും അവളെ തൊടുക കൂടിയില്ല. അതിന് ഈ ഹരിപത്മനാഭൻ സമ്മതിക്കില്ല. നീ കണ്ടോ? ഉറച്ച് അവൻ്റെ സ്വരം കേട്ടതും അജയ് ചിരിയോടെ അവൻ്റെ തോളിൽ കൈയമർത്തി. കുറച്ചു സമയം കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചാണ് അവർ അവിടെ നിന്ന് പോയത്. ഹരി വീട്ടിൽ പോയി ബിബിയെയും കൂട്ടി നേരെ പോയത് അജയുടെ അച്ഛൻ്റെ കടയിലേക്കാണ്. രണ്ടാളും കൂടിയാണ് രാത്രി ലോഡ് കൊണ്ടുപോയത്. ടൗണിൽ നിന്ന് പച്ചക്കറിയും കയറ്റി ഓർഡറുള്ള സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടിറക്കാനായിരുന്നു അവരുടെ പണി. വെളുപ്പിനെ 4:30 മണി കഴിഞ്ഞിരുന്നു ഹരി വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ. വന്നപാടെ ഒരു കട്ടനുമിട്ട് കുടിച്ച് മേല് കഴുകി അവൻ ബെഡിലേക്ക് വീണു. ചിന്തകളിൽ അവളെ നിറച്ചുകൊണ്ട് അവൻ ഉറക്കത്തിലേക്ക് വഴുതി. ഗൗരി! തറവാട് ഇളക്കും പോലെയുള്ള രാജേശ്വരിയുടെ അലറലിൽ അടുക്കളയിൽ തിരക്കിട്ടു പണിയിലായിരുന്നവൾ ഒന്ന് കയ്യിലുള്ള കറിച്ചട്ടി സ്ലാബിൽ വെച്ച് പേടിയോടെ തിരിഞ്ഞു നോക്കുമ്പോൾ സംശയത്തോടെ അവളെ നോക്കുന്നുണ്ട് ആശ. നീ മുത്തശ്ശിയുടെ തുണികൾ മടക്കി വെച്ചില്ലേ ഗൗരി? കുറച്ചു പരിഭ്രമത്തോടെ ആശ അവളുടെ അടുക്കിലേക്ക് നീങ്ങി. വെച്ചതാമ്മേ, മുറി മുഴുവനും വൃത്തിയാക്കി വിരിപ്പൊക്കെ മാറ്റിയിട്ടതാ. അവളുടെ ശബ്ദവും വിറച്ചുപോയി. ഡി ഗൗരി! വീണ്ടും അലർച്ച. ഗൗരി പേടിയോടെ അമ്മയെ നോക്കി. അപ്പോഴേക്കും പുറത്തുനിന്നും പ്രേമയും അകത്തേക്ക് കയറി വന്നിരുന്നു. നീ ചെല്ല്, എന്താണ് നോക്ക്, ആശ പറഞ്ഞതും കൈ ദാവണി ഷോളിൽ തുടച്ച് ഗൗരി ഹാളിലേക്ക് നടന്നു. അവളുടെ കാലുകളിൽ വിറയൽ ബാധിച്ചിരുന്നു. പുറകെ വല്യമ്മയും അമ്മയും വരുന്നത് അവൾ അറിഞ്ഞു. സോഫയിൽ ദേഷ്യത്തോടെ ഇരുന്ന് തുള്ളുന്ന മുത്തശ്ശിയെയും വല്യച്ഛനെയും ഒരു നോക്ക് നോക്കി തലയും താഴ്ത്തി ഒരു സൈഡിലേക്ക് നിന്നവൾ